നമസ്കാരം. ജെ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വിത്ത് ഗുണം 10 ഗുണം എന്ന പഴഞ്ചൊല്ലിനെ കുറിച്ചാണ്. ഈ പഴഞ്ചൊല്ലിനെ കുറിച്ച് ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാനായി ഒരു മനോഹരമായ കഥ ഞാനിന്ന് പറയാം. പണ്ട് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കർഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ചെറിയ കൃഷിയിടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ആ ചെറിയ പറമ്പിൽ അദ്ദേഹം ദിവസവും വളരെ സ്നേഹത്തോടെ വിത്തുകൾ വിതയ്ക്കുമായിരുന്നു. ഓരോ വിത്തും അദ്ദേഹത്തിന് ഒരു പ്രതീകമായിരുന്നു. ജീവിതത്തിലെ പുതിയ തുടക്കം, സ്നേഹം, പ്രതീക്ഷ എന്നിവയുടെ. ഒരിക്കൽ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛാ, നമ്മൾ ഇത്രയും ചെറിയ വയലിൽ ഇത്രയും വിത്തുകൾ വിതയ്ക്കുന്നത് എന്തിനാണ്? ഇവയെല്ലാം മുളയ്ക്കുമോ? കർഷകൻ ചിരിച്ചുകൊണ്ട് മകനെ അടുത്തേക്ക് വിളിച്ചു. മകനെ, ഓരോ വിത്തും പ്രതീക്ഷയാണ്. അത് മുളയ്ക്കുമോ ഇല്ലയോ എന്നത് പ്രധാനമല്ല. നമ്മൾ വിതയ്ക്കുന്നത് തന്നെയാണ് പ്രധാനം. നമ്മുടെ കർമ്മം നമ്മുടെ കയ്യിലാണ്. ഫലം ദൈവത്തിന്റെ കയ്യിൽ. വിത്ത് ഗുണം 10 ഗുണം എന്നല്ലേ പറയാറുള്ളത്. നമ്മൾ നല്ല വിത്തുകൾ വിതയ്ക്കുകയാണെങ്കിൽ നല്ല ഫലം കൊയ്യും. അല്ലെങ്കിൽ നമ്മൾ വിതച്ചതിനേക്കാൾ കുറച്ചേ ലഭിക്കൂ. കാലം കടന്നുപോയി. കർഷകൻ വിതച്ച വിത്തുകൾ മുളച്ചു വന്നു. അദ്ദേഹത്തിന്റെ പറമ്പ് മുഴുവൻ പച്ചപ്പണിഞ്ഞു. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഫലമായി നൂറുമേനി വിളവ് നിറഞ്ഞു. ഇതൊരു ചെറിയ കഥ മാത്രമാണ്. ഈ കഥയുടെ ആന്തരിക അർത്ഥത്തിലേക്ക് നാം ചിന്തിച്ചാൽ, നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും ഓരോ വിത്താണ്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ല ഫലം ലഭിക്കും. മറിച്ചാണെങ്കിൽ ചെയ്തതിനേക്കാൾ കുറച്ചേ നമുക്ക് ലഭിക്കൂ. നമ്മുടെ കർമ്മം നമ്മുടെ കയ്യിലാണ്, ഫലമോ ദൈവത്തിന്റെ കയ്യിലും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. വിത്ത് ഗുണം 10 ഗുണം എന്ന ഈ പഴഞ്ചൊല്ലിനെ പറ്റിയും ഇതിന്റെ ആന്തരിക അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി. വീണ്ടും കാണാം.